ഷഫി പറമ്പിൽ എംപിക്ക് മർദ്ദനമേൽക്കാനിടയായ സാഹചര്യം ചൂണ്ടിക്കാട്ടി സംസ്ഥാന വ്യാപകമായി യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ പരിപാടികൾ രാത്രിയിൽ നടക്കുകയാണ്. തൃശ്ശൂരിലാണ് ഇപ്പോൾ ഈ പ്രതിഷേധ പരിപാടികൾ സംഘർഷത്തിൽ കലാശിച്ചത്. 1-2 തവണ പോലീസുമായി ഏറ്റുമുട്ടലിന്റെ വക്കോളം എത്തി. പോലീസ് ഒരു തവണ ലാത്തി വീശി. ഇപ്പോൾ വീണ്ടും അവിടെ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല. തൃശ്ശൂരിൽ മുഖ്യമന്ത്രി രാമനിലയത്തിലുണ്ട്. ആ ഭാഗത്തേക്ക് പ്രതിഷേധ പ്രകടനങ്ങൾ പോലീസ് കർശനമായി വിലക്കുകയും ചെയ്തിട്ടുണ്ട്. സൂരജ് സജീവ് തുടരുന്നുണ്ട്. സൂരജ്, ഈ പ്രതിഷേധ പ്രകടനം അവസാനിച്ചിട്ടില്ല, ഇപ്പോഴും തുടരുകയാണ്. 1-2 തവണ പോലീസുമായി വീണ്ടും ഏറ്റുമുട്ടലിന്റെ വക്കോളം കാര്യങ്ങൾ എത്തിയിരുന്നു അല്ലേ? വിജയകുമാർ, തീർച്ചയായും. അതായത് തുടർച്ചയായി പോലീസും പ്രവർത്തകരും തമ്മിൽ ഈ ഉന്തും തള്ളും അടക്കം ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് പോലീസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്നാരോപിച്ചുകൊണ്ടായിരുന്നു ഇപ്പോൾ ഒടുവിൽ, അതായത് ഒരു 3 മിനിറ്റ് മുമ്പിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഈ പോലീസും തമ്മിൽ ഉന്തും തള്ളും ഒക്കെ ഉണ്ടായത്. പിന്നെ മുതിർന്ന നേതാക്കളും അതോടൊപ്പം തന്നെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും ഇടപെട്ടുകൊണ്ടാണ് ഈ പ്രവർത്തകരെ പിന്തിരിപ്പിക്കുന്നത്. അങ്ങനെ തുടർച്ചയായി പ്രതിഷേധ പ്രകടനത്തിനിടെ പോലീസുമായി കയ്യാങ്കളിയിലേക്ക് പോകുന്ന സാഹചര്യം അടക്കമുണ്ട്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി തൃശ്ശൂരിൽ ക്യാമ്പ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് തൃശ്ശൂരിലെ സവിശേഷ സാഹചര്യം. മുഖ്യമന്ത്രി എത്തി മണിക്കൂറുകൾക്കകമാണ് ഈ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം തൃശ്ശൂരിൽ ആരംഭിച്ചത്. പോലീസിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി ഉള്ളതിനാൽ തന്നെ കനത്ത സുരക്ഷയാണ് ഈ തൃശ്ശൂരിൽ ഒരുക്കിയിരുന്നത്. അതിനിടയിലാണ് ഈ DCC ഓഫീസിൽ നിന്ന് ഈ പ്രതിഷേധ പ്രകടനവുമായി സ്വരാജ് റൗണ്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇറങ്ങുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ മുഖ്യമന്ത്രിയുടെ ഫ്ലെക്സ് ബോർഡ് തകർക്കാൻ ഒരു ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായി. അത് പോലീസ് തടഞ്ഞതോടുകൂടിയാണ് ഈ പ്രവർത്തകരും പോലീസും ഏറ്റുമുട്ടുന്ന നിലയിലേക്ക് പോയത്. പിന്നീട് പോലീസ് ഇടപെട്ടുകൊണ്ട്, അതായത് ചെറിയ രീതിയിലുള്ള ലാത്തിചാർജ് അടക്കം എന്ന് പറയാവുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയി. പിന്നീട് മുതിർന്ന നേതാക്കൾ ഇടപെടുന്നു, പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെടുന്നു. രംഗം ശാന്തമാക്കി മുന്നോട്ട് നീങ്ങുന്നതിനിടയിലാണ് ജനറൽ ഹോസ്പിറ്റലിന് സമീപം വച്ച ഈ പോലീസ് ഉദ്യോഗസ്ഥർ തങ്ങളെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് ഒരു വിഭാഗം പ്രവർത്തകർ പോലീസുമായി തട്ടിക്കയറുന്ന വീണ്ടും ഉന്തും തള്ളും കാര്യങ്ങളിലേക്ക്, വീണ്ടും ഒരു സംഘർഷഭരിതമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. ഇപ്പോഴും ഈ പ്രതിഷേധ മാർച്ച് സ്വരാജ് റൗണ്ടിലൂടെ നീങ്ങുകയാണ്. തൃശ്ശൂർ കോർപ്പറേഷന് മുന്നിലേക്ക് ആണ് ഈ പ്രതിഷേധ മാർച്ച് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ വഴിയിലുടനീളം ഉണ്ടായിരുന്ന സർക്കാരിന്റെ ഫ്ലെക്സ് ബോർഡുകൾ അടക്കം തകർക്കാനുള്ള ഒരു ശ്രമം ഈ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് തുടർച്ചയായി ഉണ്ടായി. പക്ഷേ പോലീസ് പലതവണ പറഞ്ഞു സംഘർഷത്തിലേക്ക് പോയാൽ ലാത്തി വീശും എന്ന് പലതവണ നേരിട്ട് ഈ പ്രതിഷേധക്കാരോട് പോലീസ് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ ഈ തൃശ്ശൂർ കോർപ്പറേഷന് സമീപത്തേക്ക് മാർച്ച് എത്തിയിരിക്കുകയാണ്. ഈ പ്രവർത്തകരെ മുതിർന്ന നേതാക്കളെല്ലാം ഇടപെട്ടുകൊണ്ട് തടയുന്നുണ്ട്. എന്തായാലും തൃശ്ശൂരിലും കനത്ത പ്രതിഷേധം തന്നെയാണ് അരങ്ങേറുന്നത്. വിജയകുമാർ, തൃശ്ശൂരിൽ പ്രതിഷേധ പരിപാടികൾ പലതവണ സംഘർഷത്തിൽ കലാശിച്ചിരുന്നു. വലിയ പോലീസ് സന്നാഹം തന്നെ അവിടെ പ്രവർത്തകരോടൊപ്പം നടക്കുന്നുണ്ട്. മുഖ്യമന്ത്രി തൃശ്ശൂരിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് നാളെ തൃശ്ശൂരിലും കൊച്ചിയിലും പൊതുപരിപാടികളുണ്ട്. അതുകൊണ്ട് കുറെ കൂടി ശക്തമായ സുരക്ഷ ആ മേഖലയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാളെ സംസ്ഥാന വ്യാപകമായി വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനാണ് KPCC ആഹ്വാനം ചെയ്തിരിക്കുന്നത്. സെക്രട്ടേറിയറ്റ് മാർച്ച് നാളെയുണ്ട്. അതുപോലെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പ്രതിഷേധമുണ്ട്. പ്രതിഷേധ ദിനമായി ആചരിക്കാനാണ് ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. KPCC പ്രസിഡന്റിൻ്റെയും പ്രതിപക്ഷ നേതാവിൻ്റെയും പ്രതികരണങ്ങൾ ഈ ഘട്ടത്തിൽ വന്നിട്ടുണ്ട്. ഈ സംഭവത്തെ അപലപിച്ച് നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഈ പ്രതിഷേധ പരിപാടികൾ രാത്രിയിൽ പല ജില്ലകളിലും പങ്കെടുക്കുന്നുണ്ട് എന്ന വിവരം കൂടി വരുന്നുണ്ട്. ഇടുക്കിയിലും വയനാട്ടിലും തൃശ്ശൂരിലും പാലക്കാട്ടുമൊക്കെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തെരുവിൽ പ്രതിഷേധിക്കുകയാണ്. രാത്രി വൈകിയും ഷഫി പറമ്പിൽ MPക്ക് മർദ്ദനമേൽക്കാനിടയായ സാഹചര്യത്തിൽ വലിയ പ്രതിഷേധ പരിപാടികളുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രാത്രി തന്നെ തെരുവിലിറങ്ങിയിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.